പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമ തീരുമാനം ദൈവത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പദ്ധതികൾ എഴുതുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും അമൂല്യമായിട്ടുള്ള രഹസ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്യധികമായിട്ടുള്ള ആ ഒരു സംരക്ഷണവും ആ ഒരു സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പദ്ധതികളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുന്നത്. നമ്മളോട് ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട്, ആദ്യം പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു, അതിനുശേഷം വിദേശത്തേക്ക് പോകുവാനായിട്ട് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയാകാതെ അവസാന സമയത്ത് റിജക്ഷൻ ആകുന്നു. പക്ഷെ ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും സാന്നിധ്യവും സ്വീകരിക്കുന്ന തലത്തിലേക്ക് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ വളർത്തുന്നു. അതിനുശേഷം അത്ഭുതകരമായിട്ട് ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാവുകയും ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ ആ ഒരു നിറവേറ്റൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഉടമ്പടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ നിറയ്ക്കുന്ന ഒരു ജീവിത രീതിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഒരു മനുഷ്യ ജീവിതത്തെ ഒരുക്കിയെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിന് സാധിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യത്തിലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ലഭിച്ചതിൻ്റെയും സന്തോഷത്തിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം.